വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നാളായിട്ട് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു വീഡിയോ ആട്ടോ ഇത്. കൂടാതെ ഒത്തിരി ആളുകൾ എന്നോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോയും. ഞങ്ങൾ ഏറെ ആഗ്രഹിച്ചുണ്ടാക്കിയ ഞങ്ങളുടെ കൊച്ചു വീടിന്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യം കയറി വരുമ്പോൾ കാണുന്നത് നമ്മുടെ ഒരു കുഞ്ഞു ഗാർഡൻ ആട്ടോ. അധിക സ്ഥലമൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് ഉള്ള സ്ഥലത്ത് നമ്മൾ മാക്സിമം കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചെടികളില്ലാതെ ഒരു വീടും പൂർണ്ണമാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീടിന് കുറച്ചുകൂടി ജീവനും പോസിറ്റിവിറ്റിയും കൊടുക്കാൻ ഞങ്ങൾ ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കൂടി വെച്ചിട്ടുണ്ട്. ചെടികളെ പറ്റി പറയുമ്പോൾ ചെടി വെച്ചത് നാളെ മറക്കാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം നമുക്ക് വെച്ച് തന്നത് അമ്മയാട്ടോ. അപ്പം അമ്മയ്ക്കും ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ് ബോക്സ് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലും ഉണ്ട്. അവിടെ നമ്മൾ പച്ചക്കറികളാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീടിന്റെ അകത്തേക്ക് കയറാം. വാതിൽപ്പടി കടക്കുന്നതിന് മുൻപായി ഇവിടെ ഞങ്ങൾക്കൊരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാനും നാമം ജപിക്കാനും സംസാരിച്ചിരിക്കാനും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഈ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. സ്പേസ് നല്ല നീറ്റായി തോന്നിപ്പിക്കാൻ മിനിമൽ ഫർണിച്ചർ ലുക്കാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സോഫ സെറ്റ് മാത്രമാണ് നമ്മൾ ലിവിംഗ് ഏരിയയിൽ യൂസ് ചെയ്തിട്ടുള്ള ഫർണിച്ചർ. മാത്രമല്ല ഇവിടെ തന്നെയാണ് നമ്മുടെ പൂജാമുറിയും അതുപോലെ തന്നെ ടി വി യൂണിറ്റും കൊടുത്തിരിക്കുന്നത്. വീട് പണി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു വീട്ടിലൊരു ബുദ്ധൻ വേണമെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വിൻറ്റേജ് കൈൻഡ് ഓഫ് ക്ലോക്കും. ബുദ്ധനും ക്ലോക്കും ഒക്കെ നമ്മുടെ മനസ്സറിഞ്ഞ് ചേച്ചിയും ചേട്ടനും ചേച്ചിയൊക്കെ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ താങ്ക് യു. ലിവിംഗ് ഏരിയ കഴിഞ്ഞ് നമ്മൾ കടക്കുന്നത് ഞങ്ങളുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. സ്പേസ് പരമാവധി ഉപയോഗപ്പെടുത്താനും എന്നാൽ നല്ലൊരു മിനിമൽ ലുക്ക് കിട്ടാനുമായി ഒരു 4 ചെയർ വുഡൻ ഡൈനിങ് ടേബിൾ ആണ് ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഞങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നത്. കിച്ചണിൽ നിൽക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാനും മാത്രമല്ല വീടിനൊരു മോഡേൺ ലുക്ക് നൽകാനും ഓപ്പൺ കിച്ചൺ സഹായിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയർ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ കിച്ചൺ ഏരിയയിലാണ്. കാണുമ്പോൾ തന്നെ ഒരു ഐ ഫ്രഷ്നെസ് തരുന്ന രീതിയിലാണ് ഇതിന്റെ കളർ കോമ്പിനേഷനും ലൈറ്റിങ്ങും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വളരെ കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്തായാലും ഹാങ്ങിങ് ലൈറ്റ്സ് വേണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോയാലോ? ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. അച്ഛൻ്റെയും അമ്മയുടെയും റൂമാണിത്. വളരെ പീസ്ഫുൾ ആയിട്ടാണ് നമ്മൾ ഈ റൂം ചെയ്തിരിക്കുന്നത്. ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ചാരുകസേരയാണ്. അച്ഛൻ്റെ ചാരുകസേരയായിരുന്നു. അപ്പം അച്ഛൻ്റെ റൂമിൽ തന്നെ അച്ഛൻ്റെ ചാരുകസേര നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വലുതായിട്ടൊന്നുമില്ല. ഇതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ 3 ബെഡ്റൂംസ് ആണുള്ളത്. ഈ 3 ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ബാത്റൂംസും ഉണ്ട്. ഓരോ ബാത്റൂംസും ഓരോ സ്റ്റൈലിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഗസ്റ്റ് റൂം കണ്ടാലോ? ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം. നമുക്ക് താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂംസാ വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ ഈ ഗസ്റ്റ് റൂമും. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 കട്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ മുകളിലത്തെ വിശേഷങ്ങൾ കാണാം. മുകളിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ചേട്ടന്റെ വർക്ക് സ്പേസ് ആണ്. ചേട്ടന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട് വെച്ചപ്പോഴേ പ്ലാൻ ചെയ്തു ഇതുപോലെ ചേട്ടന് ഒരു വർക്ക് ഏരിയ വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്പേസും കൂടി ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിച്ചതായിരുന്നു ഈ ഒരു ഏരിയ. പിന്നെ നമ്മുടെ ഈ ഒരു സ്പേസ് നമ്മൾ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെളിച്ചം കിട്ടാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മിനിമം ഹാങ്ങിങ് ലൈറ്റ്സ് മാത്രമേ വീട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഹോളിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് നമ്മുടെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് നമ്മളുടെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നമ്മളൊരു 4 ഡോർ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വളരെ പഴക്കമുള്ള ചേട്ടൻ്റെ അച്ഛൻ്റെ ക്ലോക്ക് ആയിരുന്നു കേട്ടോ.
നമ്മുടെ വീട്ടില് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പേസ് ഏതാന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ഉത്തരം അവരവരുടെ റൂമായിരിക്കും അല്ലേ? അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പേസാണ് നമ്മുടെ ഈ റൂം. ഡ്രessiംഗ് ഏരിയയുടെ അടുത്ത് തന്നെ നമ്മുടെ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. എല്ലാ ബാത്റൂമും സെയിം തന്നെയാണ് ഏകദേശം. പക്ഷെ ടൈലിലൊക്കെ മാത്രമേ നമ്മൾ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. റൂമീന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഏരിയ ഉണ്ട്. അവിടെ വാഷിംഗ് മെഷീൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തുണി വിരിച്ചിടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് പോസിറ്റിവിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഏറ്റവും ഒരു ഫേവറേറ്റ് സ്പേസാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണി. നിങ്ങൾ നമ്മുടെ പല റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടായ നമ്മുടെ ബാൽക്കണി. ഇവിടെ നമ്മൾ കുറച്ച് ബോഗൻവില്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകിട്ട് ചായ കുടിക്കാനും, കുശലം പറയാനും ഒക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീടിന്റെ വിശേഷങ്ങൾ. നമ്മുടെ വീടും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഒരു പുതുപുത്തൻ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.